അച്ഛൻ്റെ നഷ്ടം ഒരിക്കലും പരിഹരിക്കാനാവില്ല. എങ്കിലും അതിന് പരിഹാരം എന്നോണം തന്നെ എനിക്ക് തന്നല്ലോ. അത് ചെറിയ കാര്യമല്ല. പറയാൻ വന്ന കാര്യം വിട്ടുപോയി. കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിനും അമ്മയ്ക്കും ഇപ്പോഴും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം നോർമലാ. കണ്ണേട്ടാ, ആ അയ്യപ്പ വിഗ്രഹത്തിന് അപാര ശക്തിയുണ്ട്. ആ വിഗ്രഹം ശരിക്കൊരു വിഗ്രഹമല്ല, ജീവനുള്ള അയ്യപ്പന്. നമ്മുടെ സങ്കടങ്ങളും ആവലാതികളും കേൾക്കുന്ന അയ്യപ്പ സ്വാമി. അവിടുന്ന് എന്ത് പറഞ്ഞാലും അതേപടി സംഭവിച്ചിരിക്കും. ഞാനിന്ന് വീട് വരെ പോയിട്ട് വരാടാ. അതുകൊള്ളാം. ഭാര്യ ഇവിടെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോ നിനക്ക് പോകാൻ ധൃതിയായല്ലേ? നിനക്ക് ഇപ്പോഴും മഹിയോട് ദേഷ്യമുണ്ടല്ലേ? എന്നെ കണ്ടു കഴിഞ്ഞാ ദേഷ്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നു? പിന്നെന്താ കണ്ടിട്ടും വന്നിട്ട് പെട്ടെന്ന് പോകുന്നേ? അതും മഹിയെ കണ്ട ശേഷം. മഹിയെ കണ്ടതുകൊണ്ടാ എനിക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് പോകണമെന്ന് തോന്നിയത്. അതിന്റെ കാരണം എന്താണെന്നാ ചോദിച്ചത്? ഞങ്ങൾ രണ്ടാളും ഇവിടെ ഉള്ളതുകൊണ്ടാണോ? ഏയ് അല്ലടാ. അയാൾ ആരാധിക്കുന്ന, അയാൾ എന്നും വിളക്കൊളുത്തുന്ന ഒരാളുണ്ട് എൻ്റെ പൂജാമുറിയിൽ. അയാൾ മുറുകെ പിടിക്കുന്ന അയാളുടെ അയ്യപ്പസ്വാമി. ആ അയ്യപ്പസ്വാമിയുടെ മുന്നിൽ പോയി എനിക്ക് വിളക്ക് കത്തിക്കണോടാ. എന്തും കേൾക്കുന്ന അയ്യപ്പനാണെന്ന മഹി ഇപ്പം എന്നോട് പറഞ്ഞേ. അതൊരു സാധാരണ വിഗ്രഹമല്ല, ജീവനുള്ള ഭഗവാനാണെന്നാ പറഞ്ഞത്. അങ്ങനെങ്കിൽ ആ ഭഗവാനോട് എനിക്ക് പറയണോടാ, എന്റെ മഹിക്ക് ഒരാപത്തും വരുത്തരുതേ എന്ന്. ഇതൊക്കെ നിനക്ക് നേരത്തെ ആകാമായിരുന്നു. അയാളുമായിട്ട് പിണങ്ങി നടന്നപ്പോഴും ഞാൻ ദൈവത്തെ വിളിക്കാതിരുന്നിട്ടില്ല. എല്ലാ ദിവസവും ഭഗവാനോട് പറയുമായിരുന്നു, എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരാപത്തും വരുത്തരുതേ എന്ന്. ഭാര്യയെ മുൾമുനയിൽ നിർത്തിയിട്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്താടാ കാര്യം? ആ സമയത്ത് ദൈവങ്ങളൊക്കെ പറയുന്നുണ്ടാവും, ഭാര്യയെ ടെൻഷനാക്കിയിട്ട് എന്തിനാ ഇവൻ എന്റെ മുമ്പിൽ നിന്ന് സങ്കടം പറയുന്നതെന്ന്. ദേ, ഇവളുണ്ടല്ലോ, ഇവളും നീയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ 1000 മടങ്ങാടാ ഞാനും മഹിയും തമ്മിലുള്ള വിട്ടുപിരിയാൻ കഴിയാത്ത സ്നേഹബന്ധം. എന്നിട്ടാണോ നീ ഇത്ര ദുഷ്ടനായത്? എടാ, മഹി ആരാധിക്കുന്ന അയ്യപ്പ വിഗ്രഹം ഉണ്ടല്ലോ, ആ അയ്യപ്പ വിഗ്രഹം എങ്ങനെ അയാളുടെ കയ്യിൽ വന്നതെന്ന് നിനക്കറിയോ? അറിയോടാ നിനക്ക്? എടാ, അത് എന്റെ അയ്യപ്പനാടാ. എന്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ അയ്യപ്പസ്വാമി. ലേഖയ്ക്ക് അതിനെക്കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവനറിയാം. അന്ന് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം എൻ്റെ പിറന്നാൾ സമ്മാനമായിട്ട് എനിക്ക് പ്രായം ചെന്നൊരമ്മ, ആ അമ്മ തന്നതാ ആ ഭഗവാനെ. അതിന് പകരമായിട്ട്
ഞാനൊരു വെള്ളി രൂപയാ ആ അമ്മയ്ക്ക് കൊടുത്തത്. നന്നായി പ്രാർത്ഥിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ആവാഹിച്ചെടുക്കാന്നൊക്കെ പറയാറില്ലേ, അതുപോലെയാടാ ആ വിഗ്രഹം എന്റെ കയ്യിലേക്ക് തന്നത്. അച്ഛനും ഒന്നിച്ച് ഞാൻ യാത്ര ചെയ്യുമ്പോൾ അത് ഭദ്രമായി പിടിച്ചിരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസത്തെക്കുറിച്ച് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. അപ്പോഴും മഴവെള്ളം ഭഗവാന്റെ ദേഹത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ പോകുമ്പോഴാ ഞങ്ങൾക്ക് 3 ആൾക്ക് അപകടം ഉണ്ടായത്. 3 ആളെന്ന് വെച്ചാ ഭഗവാനെ കൂടെ ഉൾപ്പെടുത്തിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അന്ന് എന്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ വിഗ്രഹമാണ് എന്റെ മഹിക്ക് കിട്ടിയത്. നാളിതുവരെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അയാൾ പ്രാർത്ഥിച്ചിരുന്നതും ആ വിഗ്രഹത്തെയാടാ. ആ വിഗ്രഹമാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചത്. അതിലുപരി അന്ന് എനിക്ക് ആ വിഗ്രഹം തന്ന അതേ അമ്മയെ തന്നെയാ ഇന്നും കാണുന്നത്. അങ്ങനെയെങ്കിൽ മഹി കാണുന്നതും ഞാൻ കാണുന്നതും ഒരേ അമ്മയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അത് ശരിക്കും നമ്മളെപ്പോലെ മനുഷ്യജന്മം എടുത്തൊരമ്മയല്ല, ദേവി തന്നെയാ, ഭഗവതി. കരുണയിപ്പോ പഴയ കരുണ അല്ല അല്ലമ്മേ? അതെ അതെ, ഇപ്പൊ കുറച്ച് അടക്കവും ഒതുക്കവും ഒക്കെ വന്നിട്ടുണ്ട്. ആ, നിന്നെ ഇപ്പൊ കുറച്ച് പേടിയാണെന്നാ തോന്നുന്നത്. അതവളുടെ അച്ഛൻ മെന്റലായ ശേഷം സംഭവിച്ച മാറ്റം. എന്നാലും കരുണയുടെ അച്ഛനെ ഒന്ന് പോയി കാണാനേ അവള് സമ്മതിച്ചില്ലല്ലോ മോനെ. അതിന്റെ പിന്നില് എന്തൊക്കെയോ രഹസ്യങ്ങൾ കിടപ്പുണ്ടമ്മേ. നമ്മളിൽ നിന്ന് എന്തൊക്കെയോ കരുണയും അവളുടെ മുത്തശ്ശിയൊക്കെ മറയ്ക്കുന്നുണ്ട്. 7-ാം മാസ ചടങ്ങിൽ നടന്ന പ്രകടനങ്ങളൊക്കെ അത് ശരിവെക്കുന്ന കാര്യങ്ങളാ. നീ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്താ? ഇത് എന്റെ വീടാ. ഇവിടേക്ക് ഞാൻ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. അതിനെ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. എടാ, സത്യത്തിൽ നിനക്ക് എന്താ കാണാൻ പറ്റിയത്? 7-ാം മാസം ഞങ്ങളെയൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഗംഭീരമായിട്ട് നടത്തി. അതിനുശേഷം പക്ഷേ നിന്റെ മുഖത്തൊരു തെളിച്ചം കണ്ടിട്ടില്ലല്ലോ. കറുത്തവാവ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഇനി വെളുത്തവാവ് വരണം മുഖം തെളിയണമെങ്കിൽ. എന്റെ മുഖത്ത് തെളിച്ചില്ല നമ്മ കണ്ടുപിടിച്ചു. ഇവന്റെ ഭാര്യയുടെ മുഖത്ത് ഇപ്പൊ തെളിച്ചുണ്ടോ? അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ തിരക്കിയോ? അത് അവളുടെ അച്ഛന്റെ അവസ്ഥ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എടാ, അവളുടെ അച്ഛന്റെ ദേഹത്ത് വിശ്വേട്ടനാ കണ്ണാ കേറിയിരിക്കുന്നേ. അങ്ങനെ എന്റെ അച്ഛൻ കൃത്യമായിട്ട് അയാളുടെ ശരീരത്തിൽ തന്നെ കയറാനുള്ള കാരണം എന്താ? നമ്മളുടെയൊക്കെ അറിവിൽ അച്ഛനും അയാളും തമ്മിൽ മുൻകാല ബന്ധമൊന്നുമില്ല, പരിചയവുമില്ല. പിന്നെ എന്തുകൊണ്ടാ നമ്മുടെ ഒന്നും ശരീരത്തിൽ കയറാതെ അയാളുടെ ശരീരത്തിൽ തന്നെ അച്ഛൻ കയറിക്കൂടിയത്? എന്തായാലും എന്റെ അച്ഛൻ വളരെ പോസിറ്റീവാ, നന്മ ഒരുപാടുള്ള കൂട്ടത്തിലാ. അങ്ങനെയുള്ള അച്ഛന്റെ ആത്മാവ് ഒരു ശരീരത്തിൽ കയറണമെന്ന് ആഗ്രഹിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അയാളുടെ ശരീരം തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇത്തരം സംശയങ്ങൾ എനിക്കുണ്ട്.
അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കടാ നിന്റെ പെണ്ണിനോട്. അവക്കറിയാവുന്ന സത്യങ്ങൾ അവള് പറയട്ടെ. എടാ നീ എന്തൊക്കെയോ അറിഞ്ഞു വെച്ചോണ്ടാണല്ലോ കണ്ണാ സംസാരിക്കുന്നേ. ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കാനോ തർക്കിക്കാനോ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാനോ അല്ല വന്നത്. ഒന്ന് പ്രാർത്ഥിക്കാനാ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ. എടാ അവന്റെ സംസാരത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. എടാ അവന്റെ ദേഹത്തു ഇനി നിന്റെ അച്ഛൻ കേറിയോ? എന്താണെന്ന് ആർക്കറിയാം. അയാൾ ഇങ്ങനെ പൂജാമുറിയിൽ കയറാറില്ലായിരുന്നല്ലോ. എന്തോ സംഘർഷമുണ്ടമ്മേ, അതുറപ്പാ. ഇവനെന്താ ഇപ്പോഴൊരു ഭക്തി കയറിയത്? അയ്യപ്പസ്വാമി, എനിക്കെല്ലാം മനസ്സിലായി. ഭഗവാൻ ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കുമായിരുന്നു അല്ലേ? എടാ അവനാ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലേ വിളക്ക് കൊളുത്തി പ്രാർത്ഥനയോട് പ്രാർത്ഥനയാടാ. പൂജാമുറി കയറാത്ത അവൻ എന്തിനാ ഇങ്ങനെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ അയ്യപ്പ വിഗ്രഹത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത് മഹാലക്ഷ്മിയാണല്ലോ. ഇനി ഭാര്യയുടെ പ്രേതം ഭർത്താവിന് കയറിയതാണോന്ന് അറിയില്ലല്ലോ. എടാ എന്തു പറ്റി? നീ പാഞ്ഞു പോയത് പൂജാമുറിയിലോട്ടാണല്ലോ.
ഈ വീടിന്റെ പൂജാമുറിയില് ഞാൻ കയറുന്നോണ്ട് എന്താ കുഴപ്പം? പതിവില്ലാതെ ഈ സമയത്ത് വന്ന് കയറിയോണ്ട് ചോദിച്ചതാ. അതിനെ ആരും ചോദ്യം ചെയ്യണ്ട. ഇനി എല്ലാ ദിവസവും ഞാൻ പൂജാമുറി കയറും. എന്റെ ഭാര്യ വിവാഹത്തിന് ശേഷം കൂടെ കൂട്ടിയ ആ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കുകയും ചെയ്യും. എടാ, നീ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. നിന്റെ അച്ഛനോടൊപ്പം നീ യാത്ര ചെയ്യുമ്പോ നിന്റെ കയ്യിലൊരു അയ്യപ്പ വിഗ്രഹം ഉണ്ടായിരുന്നു. ആക്സിഡന്റിൽ അത് തെറിച്ചു പോയ കഥ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് തൊട്ട് വൃശ്ചിക മാസത്തില് നീ വ്രതം എടുക്കില്ലായിരുന്നു. അതിനൊരു മാറ്റം വന്നത് കഴിഞ്ഞ വൃശ്ചികത്തിലാ. ഇനി അതിനും മാറ്റം ഉണ്ടാവും. എന്റെ രീതികൾ ആരും ചോദ്യം ചെയ്യണ്ട. കണ്ണേട്ടന് കുറച്ച് ദിവസമായിട്ട് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. നിന്നെ നിന്റെ അമ്മയും പോലെ രണ്ടുപേര് ഇതുപോലുള്ള ഓരോരോ ചോദ്യങ്ങളുമായി പിന്നാലെ നടക്കുകയല്ലേ. പിന്നെ എനിക്കെങ്ങനെ ടെൻഷൻ ഉണ്ടാവാതിരിക്കുന്നേ? നിന്റെ അമ്മായിയച്ഛന് തലയ്ക്ക് നല്ല സുഖമില്ലാതെ നടക്കുമായിരുന്നു. എന്നിട്ട് അയാളെ ഒന്ന് പോയി കാണാൻ നീ ശ്രമിച്ചായിരുന്നോ? അയാൾ നമ്മുടെ അച്ഛനെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ 7-ാം മാസത്തെ ചടങ്ങ് നടക്കുമ്പോ എല്ലാവരും പറഞ്ഞായിരുന്നല്ലോ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്നാലും അയാൾ എന്താ പറയുന്നതെന്ന് കേൾക്കണമെന്ന് നിനക്ക് തോന്നിയോ? എടാ, പ്രതാപന്റെ നാവിന്ന് വരുന്നതൊക്കെ കേൾക്കാൻ പാടില്ലാത്ത വർത്തമാനങ്ങളാണെന്നാ കരുണമൊളി പറയുന്നേ. അവള് പറയുന്നത് മാത്രം വിശ്വസിക്കാതെ എന്താണ് അയാൾക്ക് പറയാനുള്ളതെന്നൊന്ന് കേട്ടുകൂടായിരുന്നോ നിനക്ക്? ഇപ്പൊ ജോലിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അയാളുടെ പിന്നാലെ പോകുന്നത് സമയനഷ്ടമൊന്നുമല്ലല്ലോ. എടാ, ഞങ്ങൾ അങ്ങേരെ പോയി കാണാൻ താല്പര്യം കാണിച്ചപ്പോഴൊക്കെ കരുണമോളാ തടഞ്ഞത്. കരുണമോള് പോണ്ടാന്ന് പറയുമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ വലിയ ഇഷ്ടമായിരുന്നല്ലോ, പ്രത്യേകിച്ചും നിനക്ക്. അപ്പൊ വിശ്വേട്ടിനെ കുറിച്ച് വേണ്ടാത്ത എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാലേ നമ്മൾ അയാളെ ചെവിക്കുറ്റിക്ക് അടിക്കത്തില്ലേ? ചെവിക്കുറ്റിക്ക് അടിക്കുകയല്ല, ചിലപ്പോ കൊന്നൊന്നും വരും. അയാളാ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അമ്മേ? എനിക്കറിയത്തില്ല. ഇനി അവന്റെ ദേഹത്തും അവന്റെ അച്ഛൻ കേറിയോന്ന് എന്റെ സംശയം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്ന ഉടനെ അവൻ പൂജാമുറിയിലോട്ട് കയറി അയ്യപ്പ വിഗ്രഹത്തിന് മുന്നേ വിളക്ക് കൊളുത്തിയിട്ട് ഉടനെ അങ്ങ് പോവൂ? അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടമ്മേ. ഈ രണ്ടെണ്ണം എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു പിരിഞ്ഞിരുന്നെങ്കിലേ അതെങ്കിലും കണ്ട് നമുക്കൊന്ന് സന്തോഷിക്കാമായിരുന്നു. എടാ, അവൻ പറയുന്നതിലും എന്തോ ഒരു കാര്യമുണ്ട്. കരുണയുടെ അച്ഛനെ കാണണമെന്ന് നമ്മൾ പറഞ്ഞപ്പോഴൊക്കെ അവളെന്തിനാ നമ്മളെ ഇങ്ങനെ തടയുന്നേ? അയാളെ ഇപ്പോ ഏതോ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കല്ലേ, ഇനിയിപ്പോ കാണാനും പറ്റില്ല. കരുണയുടെ അച്ഛന് തലയ്ക്ക് സുഖമില്ലെങ്കിലേ അയാളുടെ ബിസിനസ് ഒക്കെ നീ അങ്ങ് ഏറ്റെടുക്ക്. അതിന് അയാൾക്ക് എന്ത് ബിസിനസ് ഇരിക്കുന്നു? എടാ, ക്വാറിയൊക്കെ ഉള്ളതോ 10-15 ലോറികളുണ്ട്. സിവിൽ എഞ്ചിനീയർ ആയ ഞാൻ കോറി നോക്കണം അല്ലേ? നടന്ന തന്നെ. എന്താ നോക്കിയാല്? എടാ, കരുണയ്ക്ക് 100-150 പവനും അതുപോലെ തന്നെ ഇഷ്ടം പോലെ പണവും കൊടുത്താ പ്രതാപൻ ഇങ്ങോട്ട് വിട്ടത്. അതെല്ലാം ഈ പറയുന്ന ക്വാറിയിൽ നിന്ന് ലോറിയിൽ നിന്നൊക്കെ ഉണ്ടാക്കിയതാ. എടാ, അതൊക്കെയാടാ ഇന്നത്തെ കാലത്ത് നല്ല ബിസിനസ്. എഞ്ചിനീയർമാരൊക്കെ ഇപ്പൊ ചവറ് പോലെയുണ്ട്. നിനക്ക് നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി ഉള്ളതാ രക്ഷയായത്. അല്ലെങ്കിലേ ജോലിക്ക് വേണ്ടി നീ എങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നേനെ. ഇപ്പോ ഉള്ള ജോലിയും പോയല്ലോ. എങ്കിലും ശമ്പളം കിട്ടുന്നില്ലേ? എടാ, ജോലി ചെയ്യാതെ ശമ്പളം കിട്ടുന്ന ഭാഗ്യവാന്മാരാ നീയും നിന്റെ അമ്മാവനും കോമാ സ്റ്റേജിൽ കിടക്കുന്ന മേഘനും ഒക്കെ. അതിനെ മുജ്ജന്മ സുഹൃതെന്നേ പറയാൻ പറ്റൂ.
ആഗ്രഹിച്ചാല് മുന്നിൽ പ്രത്യക്ഷപ്പെടില്ലല്ലോ. എന്നാ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് മുന്നിൽ പുഞ്ചിരിയോടെ വരികയും ചെയ്യും.